ഹലോ ബഡീസ്, വെൽക്കം ബാക്ക് ആൻഡ് ദിസ് ഈസ് മീ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ മങ്കി മാൻ മൂവി റിവ്യൂ ആണ്. അപ്പോൾ ഞാൻ സിനിമ ജസ്റ്റ് ഒന്ന് കണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മൂവി റിവ്യൂ ആണ് ഇന്നത്തെ ഇതിൽ വരുന്നത്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ഒരു പവി കെയർടേക്കർ എന്ന മൂവിയുടെ റിവ്യൂ ഇട്ടായിരുന്നു. അത് കണ്ടിട്ടില്ലാത്തവർക്ക് ഇപ്പോൾ പോയി കാണണ്ട. ലാസ്റ്റിന് എൻ്റെ സ്ക്രീനിലായിട്ട് കൊടുത്തേക്കാം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കില്ല എനിക്ക് മനസ്സിലായി. അല്ല, ബോറടിപ്പിക്കണം എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഇട്ട് നടക്കാം. അപ്പോൾ ഗൈസ്, ഈ മന്ത് റിലീസ് ചെയ്ത മങ്കി മാൻ മൂവിയെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ സിനിമ എന്ന് നമ്മുടെ ഇന്ത്യയിൽ റിലീസായിട്ടില്ല. അത് പറയുമ്പോൾ OTT പ്ലാറ്റ്ഫോമിലൊക്കെയാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. ആമസോൺ പ്രൈം, നെറ്റ്ഫ്ലിക്സിലൊക്കെ കിട്ടുന്നുണ്ട്. പട്ടേലാണ് ഇതിൻ്റെ ഡയറക്ടർ. അതേപോലെ തന്നെ ദേവ് പട്ടേൽ തന്നെയാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നതും. അപ്പോൾ ഇദ്ദേഹം ഈ സിനിമ എടുത്തിരിക്കുന്നത് തന്നെ നമ്മളെന്നെ അതിശയിച്ചു പോകും. സംഭവം ഗോപ്രോയിലും ഐഫോണിലൊക്കെ ആയിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ ആ സീൻസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നത്തില്ല ഇത് ഗോപ്രോയിലും ഐഫോണിലൊക്കെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ മൂവി കണ്ടു കഴിഞ്ഞാൽ തോന്നത്തില്ല. ട്രെയിലർ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊരു ആക്ഷൻ ത്രില്ലർ മൂവി ആയിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അങ്ങനെയൊന്നും അല്ല. നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ആക്ഷൻ ത്രില്ലർ സീക്വൻസ് ഒക്കെ ഇതിലുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് പുതിയൊരു നമ്മളിപ്പോൾ ഒരു ഓഡിയൻസ് ഇപ്പോൾ കാണാൻ പോയിരിക്കുമ്പോൾ അതിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് നമ്മളെ എങ്ങനെ വാവ് പഠിപ്പിക്കാം എന്നുള്ള രീതിക്കുള്ള സീക്വൻസ് ഒക്കെയാണ് ഇതിൽ ഒരുപാട് വന്നിരിക്കുന്നത്. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരുപാട് ആക്ഷൻ ത്രില്ലർ സീക്വൻസും ഇതിലുണ്ട്. സ്റ്റോറിനെ നോക്കിക്കഴിഞ്ഞാൽ ഒരാളിൻ്റെ റിവഞ്ചാണ് കംപ്ലീറ്റ് ഈ മൂവി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊരു റിവഞ്ച് ത്രില്ലർ മൂവി കണക്കും എനിക്ക് തോന്നിയായിരുന്നു. റൊമാൻസ് ഉണ്ട്, ഫൈറ്റ് ഉണ്ട്, അതേപോലെ തന്നെ പൊളിറ്റിക്സ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടിച്ചേർന്ന് വരുന്ന ഒരു മൂവിയാണ്. ഇതെല്ലാം നല്ലവണ്ണം അവരൊന്ന് മേക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഈ സിനിമയിൽ. ഡയറക്ടറിന് എന്തായാലും നമ്മൾ സമ്മതിക്കും. ഈ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഡയറക്ടർ എന്തുമാത്രം എഫോർട്ട് ഈ സിനിമയ്ക്ക് വേണ്ടി എടുത്തിട്ടുണ്ടെന്ന്. അദ്ദേഹം തന്നെയാണ് ആക്ടറും. അപ്പം പറയേണ്ട കാര്യമില്ല എന്തുമാത്രം എഫോർട്ട് അദ്ദേഹം ഈ സിനിമയ്ക്ക് വേണ്ടി എന്താ പറയുക യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് ഈ സിനിമ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ജോൺ വിക്ക് പോലെ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തോന്നുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തോന്നും, ഇല്ലയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അങ്ങനെയാണ് പറയേണ്ടത്. സത്യം പറഞ്ഞാൽ അത് വേറെ ഇത് വേറെ അങ്ങനെയുള്ളൊരു കൺസെപ്റ്റാണ്. ബട്ട് നമുക്ക് ചില ഭാഗങ്ങളൊക്കെ ജോൺ വിക്ക് പോലെ തോന്നും. പക്ഷെ അത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ ഒരു ഡയറക്ടർ എന്ന് പറയുമ്പോൾ ജോൺ വിക്ക് മൂവി ഇൻസ്പയർഡ് ആയി ഇറക്കിയിരിക്കുന്നത് പോലെ തോന്നും. അത് ഉറപ്പാണ്. ഒറിജിനാലിറ്റി ആയിട്ടാണ് അവർ മിക്ക സീൻസും ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഗോപ്രോയിലായാലും ഐഫോണിലായിക്കോട്ടെ, എന്തായാലും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ തോന്നത്തില്ല. ഓരോ ഫൈറ്റ് സീക്വൻസ് ആയാലും മേക്ക് ചെയ്തിരിക്കുന്ന രീതിയൊക്കെ പെർഫെക്റ്റ് ആണ്. ആക്ഷൻ ത്രില്ലറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുന്ന ഒരു മൂവിയാണ്. എൻ്റെ സൈഡിൽ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ചെറുതായിട്ടൊക്കെ ഇഷ്ടപ്പെട്ടായിരുന്നു. കുഴപ്പമില്ല, നൈസ് മൂവി. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല ആക്ഷൻ ത്രില്ലർ എന്നൊക്കെ കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ട് എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മൂവി പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഗൈസ്, വേറെ ഒന്നും പറയില്ല. ഇതേപോലെ നല്ല നല്ല ജെന്യൂൻ മൂവി റിവ്യൂസിനായിട്ട് എൻ്റെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, നല്ല നല്ല കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് അറിയിക്കുക. പിന്നെ ടെക് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ദിസ് ഈസ് മീ, അതും സൈനിങ് off. I felt is paid for.